പക്ഷേ ഇപ്പം ഈ ജിയോ പൊളിറ്റിക്സിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഒരുപക്ഷെ ഒരു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നവർ പറയും പിന്നെ ഇയാൾ ലോകമഹായുദ്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇപ്പം സൃഷ്ടിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അത് ഒരു കൂട്ടത്തലിന് ശേഷമേ അതിൻ്റെ സമാപനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. കാരണം പലവട്ടം നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് അങ്ങനെയാണെന്ന് അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഇതിൻ്റെ ഒരു പോക്ക്? ഒന്നാമത്തെ കാര്യം, സാറിൻ്റെ സംശയ ന്യായമാണ്. ഇത് എവിടെ അവസാനിക്കും? ഒന്നാമതിപ്പോൾ ഈ റഷ്യ യുക്രൈൻ ഇഷ്യൂവിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എത്നിക്കാണ്. സോവിയറ്റ് യൂണിയൻ ചെതറിത്തെറിച്ച് പോയപ്പോൾ എല്ലാം എത്നിക് യൂണിറ്റുകളായിട്ട് മാറി. അപ്പോൾ റഷ്യയുമായി എല്ലാ അർത്ഥത്തിലും വിശ്വാസപരമായും വംശീയമായും ഒക്കെ ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ക്രീമിയ പക്ഷേ രാഷ്ട്രീയമായി ഉപയോഗിച്ചപ്പോൾ ഉക്രൈനകത്തായിപ്പോയി. പക്ഷേ ക്രീമിയക്കാർ വംശീയമായും വിശ്വാസപരമായും സാംസ്കാരികമായും ഭാഷ കൊണ്ടുമൊക്കെ റഷ്യയോട് അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ആദ്യകാലത്തൊക്കെ അറിയാലോ, 92 കാലത്താണിത് ഉണ്ടാകുന്നത്, സോവിയറ്റ് യൂണിയൻ ചെതറി പോകുന്നത്. അപ്പോൾ 92 തൊട്ട് ഏതാണ്ട് 2000 വരെ അവിടെ ഭരിച്ച ആളുകളൊക്കെ ക്രീമിയക്കാരെ നമ്മളെ കാശ്മീർ പോലെ പ്രത്യേക പരിഗണന കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ 2000 തൊട്ട് ഇദ്ദേഹം വന്നപ്പോൾ, സെലൻസ്കിയൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ ആ ചിത്രം മാറി. അവർക്ക് മാത്രമായിട്ട് എന്തിനാണ് പ്രത്യേകമായൊരു അവകാശം എന്ന് വെച്ചാൽ റഷ്യൻ ഭാഷ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക, റഷ്യൻ സംസ്കാരം, റഷ്യൻ ദേവാലയങ്ങൾ, റഷ്യൻ വിദ്യാലയങ്ങൾ, ഇത് ആണ് അവിടുത്തെ ഇഷ്യൂ, ബേസിക് ഇഷ്യൂ അതാണ്. അപ്പോൾ ഈ സെലൻസ്കി വന്നപ്പോൾ ഇതിനെ ഉക്രൈൻവൽക്കരിച്ചു. ഉക്രൈനാണ് കേട്ടോ. നമ്മളെ മാധ്യമങ്ങളൊക്കെ തെറ്റായി പ്രയോഗിക്കുന്ന 2 വാക്കുകളാണ്. അതിപ്പോൾ എനിക്ക് എൻ്റെ റഷ്യൻ റഷ്യയിൽ എത്രയോ കാലമായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ ക്ലാരിഫൈ ചെയ്യുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതുവരെ തിരുത്തിയിട്ടില്ല. ഈ യകാരം ഉണ്ടല്ലോ, യകാരം എന്ന പ്രയോഗം റഷ്യൻ ഭാഷയിലില്ല. അവിടെ ഉക്രൈനേ ഉള്ളൂ, യുക്രൈനില്ല. അതുപോലെ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്, നമ്മൾ മലയാളത്തിലെ ടകാരം, ഇംഗ്ലീഷിലെ ടകാരം ഉണ്ട്, ടി ഉണ്ടല്ലോ, അത് റഷ്യൻ ഭാഷയിലില്ല. അതുകൊണ്ട് തന്നെ പുട്ടിനില്ല, പൂച്ചിനാണ്, പൂച്ചിൻ. നമ്മൾ ഈ ടി എന്ന് വായിക്കുന്നത് റഷ്യൻ ഭാഷയിൽ പൂച്ചിനാണ്. അപ്പോൾ ഈ പൂച്ചിനും സെലൻസ്കിയും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എത്നിക്കാണ് ബേസിക്കലി. അത് യഥാർത്ഥത്തിൽ റഷ്യക്ക് വേണ്ടി ഈ ഉക്രൈനകത്ത് ആഭ്യന്തരമായ കലാപം പോലെ ക്രീമിയക്കാർ രൂപപ്പെടുത്തിയതാണ് ഇപ്പോൾ ഉള്ള യുദ്ധം. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. ഒന്നുകിൽ ക്രീമിയക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, നമ്മൾ സ്വതന്ത്ര കാശ്മീർ എന്ന് പറയുന്ന പോലെ ക്രീമിയക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലെങ്കിൽ ക്രീമിയയെ റഷ്യ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തിട്ടാണ് ഇപ്പോൾ റഷ്യ വന്ന് അറ്റാച്ച് ചെയ്തത്. റഷ്യ അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിൽ പുച്ചിന് വലിയ ഉദ്യമമൊന്നുമില്ല, വലിയ ദൗത്യമൊന്നുമില്ല. അത് റഷ്യക്കാർ, ഈ ഉക്രൈനകത്തെ ക്രീമിയക്കാർ തന്നെ മുൻകൈ എടുത്ത് ചെയ്തതാണ്, ഇവരുടെ പിന്തുണയോടുകൂടി ചെയ്തതാണ്. അപ്പോൾ ഈ യുദ്ധം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് കൾച്ചറലായ പരിഹാരം ഉണ്ടാകണം. സാർ ഈ പറയുമ്പോൾ അല്ല, ഇത് അതിൻ്റെ ജനറലി പറയുന്നൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ യുദ്ധം ഈ അമേരിക്ക അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ കൂടി, യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ക്രിയേറ്റ് ചെയ്തതല്ലേ. ഈ ഒരു വിഷയം, അതിനകത്ത് നിൽക്കുന്ന വിഷയം, ഇങ്ങനെയുള്ള വിഷയം ഉപയോഗപ്പെടുത്തുന്നു. അതായത് സാറി പറഞ്ഞത് ഈ ക്രീമിയ എന്ന് പറയുന്ന സ്ഥലത്തെ റഷ്യ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഉക്രൈൻ ഇപ്പൊ നിൽക്കുന്നത് റഷ്യൻ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഈ പറയുന്ന പോലെ ആഭ്യന്തര വിഷയം ഉണ്ടാക്കുന്നതിനും, അല്ലെങ്കിൽ ഈ തെറിച്ചപ്പോൾ ഉണ്ടായ കുറേ പേര് അവിടെ ഉണ്ടല്ലോ, അവരെ വെച്ചിട്ട് ആ രാജ്യത്തിനകത്തൊരു പ്രശ്നം എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് റഷ്യ നിൽക്കുന്നത്. അപ്പം നിൽക്കുന്നവർക്ക് റഷ്യ കൂറും. അപ്പം ഈ ക്രീമിയ വേണമെന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധം തീരണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ അത് പിടിച്ചേ അവരടങ്ങത്തുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞത്, ഇത് ഈ ഒരു സാധനം റഷ്യയെ ഏറ്റവും അടുത്ത് അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി നാറ്റോ, പോളണ്ടിന് ശേഷം ഗേറ്റ് വേ ഒരു പക്ഷേ ഇവിടെ നാറ്റോയ്ക്ക് അത് ചേർന്ന് കഴിഞ്ഞാൽ ഇതാവുമായിരുന്നല്ലോ, ആകുമായിരുന്നു. അപ്പം ആ ഒരു വിഷയം അന്ന് നാറ്റോയ്ക്കകത്ത് ഇവർ വരുന്നത് കൊണ്ട് റഷ്യക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, നാറ്റോയുടെ ഭാഗമായിട്ട് വന്നാൽ പിന്നെ അവൻ്റെ മൊത്തം സൈനിക താവളം അവിടെ ആണല്ലോ അന്ന്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് തുടങ്ങിയത്. ഇപ്പോൾ തുടങ്ങിയത് എന്തിനാ? റഷ്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യുക്രൈനകത്ത് ധാതു സമ്പത്തുകൾ അമേരിക്കയ്ക്ക് അടിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ ആണ്. അപ്പം ഈ പറഞ്ഞ ഇതുമെല്ലാം ആയി, ഏകദേശം പൈസ എല്ലാം കൊടുത്തു, രാജ്യമെല്ലാം നശിപ്പിച്ചു, അമേരിക്കയുടെ കയ്യിൽ ധാതു സമ്പത്തുകളെല്ലാം കരാറെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ യുദ്ധം നിർത്തണം സാറിനറിയാതെ. ഇപ്പം യുദ്ധം നിർത്തണമെങ്കിൽ എന്ത് വേണം? ഈ യുദ്ധം ഇപ്പൊ ആർക്ക് ബാധ്യതയെന്നറിയാം? അമേരിക്കയ്ക്ക് ബാധ്യത. കാരണം ഇവന്റെ കയ്യിൽ ഒന്നുമില്ല, ആരുടെ കയ്യില? യുക്രൈനിൽ ഒന്നുമില്ല. അമേരിക്ക മാത്രം, യൂറോപ്യൻ യൂണിയന്, നാറ്റോ, ഇവർക്ക് ബാധ്യതയാണ്. റഷ്യ തുടങ്ങി വെച്ചത് എന്തിനാ?
യുദ്ധം തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞാൽ റഷ്യക്ക് ത്രെട്ടുണ്ട്. റഷ്യ ഒരു പരുവത്തിലായി. ഇപ്പം ഈ നമ്മൾ ഇന്ത്യ സഹായിക്കുന്നതുകൊണ്ടോ ചൈന സഹായിക്കുന്നതുകൊണ്ടോ ഒരുപക്ഷെ ബാനിനപ്പുറം അല്ലെങ്കിൽ അവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുകൊണ്ടാണല്ലോ റഷ്യയുടെ അല്ലെങ്കിൽ GDP എങ്കിലും പോകുന്നത്. അപ്പം റഷ്യ ഇപ്പം പറഞ്ഞത് എന്തായാലും യുദ്ധം തുടങ്ങി, അത് അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് യുദ്ധം നിൽക്കത്തുള്ളൂ. ഈ നാറ്റോയ്ക്ക് ഈ യുദ്ധത്തെ സഹായിക്കാത്ത ഒരവസ്ഥ വന്നാൽ റഷ്യ പൂർണ്ണമായിട്ട് യുക്രൈൻ പിടിക്കും. അതെ, പിടിക്കും. ഇപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചർച്ച കഴിഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമാകുന്നില്ല. ചർച്ചയ്ക്കകത്ത് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതൊക്കെ അയാൾക്ക് അവിടെ യാതൊരു ഗുണം അല്ലെങ്കിൽ അയാളുടെ പറച്ചിന് യാതൊരു അർത്ഥവും ഉണ്ടായില്ല. ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ തീർക്കാം. ഇത് യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും സംസാരിച്ചപ്പം യുക്രൈനൊരു മെറിറ്റും കൊടുക്കാതെ അല്ലെങ്കിൽ യുക്രൈന് ഒരു പരിഗണനയും കൊടുക്കാതെ യുദ്ധം തീർക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ കാര്യം? എന്നാൽ പിന്നെ യുദ്ധം തോറ്റാ പോലെ. അപ്പം ഇപ്പം ഈ യുദ്ധം നിർത്തിയേ ഒക്കത്തുള്ളൂ സാറേ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അമേരിക്ക ക്രൈസിസിലാണ്. യൂറോപ്യൻ യൂണിയനിൽ പല രാജ്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ കോട്ടൊക്കെ ഉള്ളൂ, പഴയ ആസ്തിയൊന്നുമില്ല. ക്രൈസിസിൽ എങ്ങനെ? അപ്പം നിർത്തണമെങ്കിൽ ഇപ്പം ഇന്നലെ പോളണ്ടിനെ അടിച്ചില്ലേ? ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് ആ ചോദ്യത്തിലേക്കാണ്. പോളണ്ടിനെ അടിച്ചില്ലേ? ഈ പോളണ്ടിനെ അടിച്ചത് എന്തിനാ? കഴിഞ്ഞ ദിവസം നാറ്റോ 10,000-ഓളം സൈനികരെ ഈ പറയുന്ന പോലെ യുക്രൈൻ സംരക്ഷണത്തിന് വേണ്ടി വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ സംരക്ഷണത്തിന് വേണ്ടി നാറ്റോ വിടുന്ന 10,000 സൈനികരെ വിടുമെന്ന്. നാറ്റോ എന്ന് പറഞ്ഞാൽ സൈനികമായിട്ടുള്ള ഒത്തുചേരലും കൂടാണ്. 32 രാജ്യമുണ്ട്. നാറ്റോ രാജ്യങ്ങളുടെ അകത്തല്ലേ ആ സൈനിക ഒത്തുചേരൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ ആക്രമിക്കുമ്പോഴല്ലേ അങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് നാറ്റോയിൽ ചേരുന്നതിനാണല്ലോ യുദ്ധം ഉണ്ടായത്. അപ്പം നാറ്റോ ചേരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലോ യുദ്ധം നടക്കുന്നത്. അപ്പം ഇപ്പം നാറ്റോയിൽ ഇതുവരെ ചേർന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കകത്ത് എന്താണ്? നാറ്റോയിൽ ചേരുന്നതിന് അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്താൽ ഞങ്ങൾ വീണ്ടും അടിക്കുന്നു. ഇന്നലത്തെ ഒരു വിഷയം വെച്ചിട്ട് സാർ നോക്കിയോ, നാറ്റോയുടെ അതേ സംരക്ഷണം ഇവർക്ക് കൊടുക്കാൻ പോവുകയാണ്. പോളണ്ടിനെ ഇന്നലെ കയറി ആക്രമിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അങ്ങനെ അവിടുന്ന് ഒരു തീരുമാനമായെന്ന് കണ്ടപ്പോഴത്തേനെ പോളണ്ടിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേറെ പൊളിറ്റിക്സ് കൂടെ ഉണ്ട്. ഇവരിനകത്ത് ഈ ജർമ്മനി ഭയക്കുന്നുണ്ട്. 9ഓളം അതിർത്തി രാജ്യങ്ങളുണ്ട് നാറ്റോയുടെ, മനസ്സിലായില്ലേ? ഈ ജർമ്മനിയെയും അല്ലെങ്കിൽ UK-യും ഒരുപക്ഷെ ഈജിപ്തിനകത്തുണ്ടോ സാർ? ഇല്ല, ഈജിപ്തില്ല. ഇല്ല. UK-യും വേറെ ഈ രാജ്യങ്ങളെയും അടുത്ത ദിവസം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അവർ വിചാരിക്കുന്നത് എന്താ പറയുക, ഈ യുദ്ധം ഇവനോട് അടിച്ചങ്ങ് നിൽക്കട്ടെ, ഇവന്റെ സ്ഥാനം തീർന്നു. ഇപ്പൊ സാറിന് ഒരാളിനെ അടിക്കണമെങ്കിൽ വേറെ തന്നെ അടിച്ചോണ്ടിരിക്കുക, എന്നെ കൂടെ അടിക്കണം. എന്നെ അടിച്ചോണ്ടിരിക്കണമെങ്കിൽ അവനെ അടിച്ചു കഴിഞ്ഞിട്ടല്ലേ ഞാനിവിടെ നിൽക്കുക. അവനെ അടിച്ചു കഴിഞ്ഞിട്ട് എന്നോട് കുസ്തി ഉണ്ടാക്കിയാൽ മതി. ആ ഒരു പൊളിറ്റിക്സും ഇതിനകത്തുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ രണ്ടാമത് ജിയോ പൊളിറ്റിക്സ്. ഇതൊന്നും ആരും വിശ്വസിക്കാത്ത കാര്യം. ജിയോ പൊളിറ്റിക്സിൽ ഈ യുദ്ധം തീരണമെങ്കിൽ ഒരു കൂട്ടത്തല്ല് വേണം. അപ്പോൾ ചിലപ്പം റഷ്യ എടുത്ത് പറഞ്ഞാൽ ഇയാളുടെ കാര്യം നോക്കി അവന്മാരെ കൂടെ കയറി അങ്ങ് അടിച്ചാൽ മതി, ഞാൻ അടി തുടങ്ങി കഴിയുമ്പോൾ കോംപ്രമൈസ് ചെയ്യാം. ഇതാണോ എന്നുള്ള രീതിയിലേക്കൊരു ജിയോ പൊളിറ്റിക്സ് ആണോ എന്നറിയത്തില്ല. എന്തുവരെ തീർച്ചയായിട്ടും സംശയിക്കാവുന്നതാണ് ഈ പറഞ്ഞ സാധ്യതകളൊക്കെ. പക്ഷേ ഒരു ചിത്രം വല്ലാതെ മാറി സർ. ഇപ്പോൾ 49-ൽ എനിക്ക് തോന്നുന്നു ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള നേറ്റോ ഉണ്ടാകുന്നത്. 32 രാജ്യങ്ങൾ, അതിൽ 30 യൂറോപ്യൻ രാജ്യങ്ങളാണ്, 2 ഈ കാനഡ ഉൾപ്പെടെയുള്ള നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ 32 രാജ്യങ്ങളും ഇന്ന് സാറ് പറഞ്ഞ പോലെ ക്രൈസിസിലാണ്. മിക്ക രാജ്യങ്ങളും ക്രൈസിസിലാണ്. പിന്നെ നെറ്റോ സമം ഒരു കാലത്ത് US ആയിരുന്നു, അമേരിക്ക തന്നെയായിരുന്നു. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ UK, ഫ്രാൻസ് ഇവരൊക്കെ ആയിരുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, അമേരിക്ക വലിയ ക്രൈസിസിലാണ്, സാമ്പത്തികമായ ക്രൈസിസിലാണ്. ലോകത്തിൻ്റെ മുമ്പിൽ വില കെട്ട് നിൽക്കുകയാണ് ട്രംപിൻ്റെ അമേരിക്ക. മാത്രമല്ല പണ്ടായിരുന്നെങ്കിൽ അമേരിക്ക ഒരു ലോകത്തിലെ ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തണമെന്ന് അമേരിക്ക പോയി പറഞ്ഞാൽ നിന്നിരിക്കുമായിരുന്നു. ആര് കേൾക്കാൻ സാറേ? 2 കൊല്ലമായിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു അനക്കവും ഇല്ല. 3 കൊല്ലമായി യുദ്ധം നടക്കുന്നു. അല്ല, 2ാം ട്രംപ് വന്നിട്ട് ഇയാൾ തന്നെയായിരുന്നല്ലോ പണി നിർത്താൻ പറഞ്ഞു. ഇയാൾ ലോകത്തിൽ എവിടെ പോയി പറഞ്ഞിട്ടും ആരും യുദ്ധം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു റോളില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാറ്റോ എന്ന സഖ്യം തന്നെ എത്ര കാലം ഇനി ഇങ്ങനെ നിലനിൽക്കും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ വന്നതിന് ശേഷം നാറ്റോ തന്നെ അപ്രസക്തമായി. യൂറോപ്യൻ യൂണിയൻ കുറെ കൂടി കറൻസി ബേസ്ഡ് ആയിട്ട് ബന്ധിതമായി. ഇപ്പോൾ അതിനകത്ത് ക്ലാഷായി. UK അതിനകത്തുനിന്ന് പുറത്തുപോയി. ഇപ്പോൾ ഫ്രാൻസ് എന്ന രാജ്യം സ്വയം പര്യാപ്തം. യൂറോപ്യൻ യൂണിയന്റെ താല്പര്യങ്ങളും അവർ സംരക്ഷിക്കുന്നില്ല, നാറ്റോയുടെ താല്പര്യം. അയാൾക്കൊരു സ്വന്തം നമ്മുടെ ഇന്ത്യയുടെ ശൈലി, ഇന്ത്യ പണ്ട് സഹായിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ശൈലി പുള്ളി അവലംബിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഇപ്പൊ റാഫേലൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. ഇന്നത്തെ സാറ് കണ്ടോന്നറിയില്ല, ഇന്ന് പൂച്ചിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. നാറ്റോ സഖ്യമെങ്ങാനും ഞങ്ങൾക്കെതിരായി ഞങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ എന്ന് പറഞ്ഞാൽ ഉക്രൈനെ സംരക്ഷിക്കാനാണല്ലോ ഇവന്മാർ ചെല്ലുന്നത്. ഞങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ ആരെയൊക്കെ തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾ ഇപ്പൊ പറയില്ല. സാറേ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെ. ഈ 10,000 സൈനികരുടെ കാര്യം പറഞ്ഞില്ലേ?
പറഞ്ഞപ്പോൾ പോളണ്ടിനെ കയറി പോളണ്ടിനെ അറിയാമല്ലോ സാർ ഈ പറഞ്ഞതുപോലെ അതെ. പണ്ട് തൊട്ടേ അടിച്ചോണ്ടിരിക്കുക അതെ. അടിച്ച് പണ്ട് കുറെ ജർമ്മനി കൊണ്ടുപോയി എന്നും അടിച്ചോണ്ടിരിക്കുകയല്ലോ. അതെ, അതെ, അപ്പൊ ഇതിനകത്ത് അടിയോടെ വേറൊരു വലിയ അപകടമുണ്ട് സാർ. ഈ നാറ്റോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, നാറ്റോ സഖ്യം സൈനിക സഖ്യമാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രാവശ്യവും നടക്കുന്നതാണെങ്കിലും സ്പാർക്ക് 2 2025 പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ഒരു സൈനിക ഇതുണ്ടല്ലോ ഇറാന് റീയൂണിയൻ ഇപ്പം അതിന്റെ ഇത് ബോർഡറില പോളണ്ടിന്റെ ബോർഡറിലാ നടത്താൻ പോകുന്നത്. അതിന്റെ അർത്ഥം എന്തോ, ഇന്ത്യ ഉണ്ട് അതിനകത്ത്, ഇറാനുണ്ട്, ഈ പറയുന്നത് പോലെ RICക്കകത്തുള്ള പ്രധാനപ്പെട്ട ഇതിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ മൊത്തം സൈനികർ വന്നിട്ട് സൈനികാഭ്യാസം നടക്കുക. എല്ലാ കൊല്ലം നടക്കുന്നതല്ല, ഈ കൊല്ലം നടക്കുന്നതിന് വേറെ അർത്ഥമുണ്ട്. മനസ്സിലായി? നാറ്റോയുടെ അതേ കൂട്ടായ്മ, ഇപ്പൊ സാറ് പറഞ്ഞാൽ നാറ്റോ ഒരുമാതിരി പൊളിഞ്ഞു, പക്ഷെ ഇപ്പം ഈ താരിഫിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതിനുശേഷം സ്ട്രോങ് ആയ ഒരു RIC ഉണ്ട്, അതിനുശേഷം സ്ട്രോങ് ആയ ഒരു ബ്രിക്സ് ഉണ്ട്. ഇത് വല്ലാത്തൊരു തുടക്കത്തിനൊരു മറ്റേനെക്കാട്ടിലൊരു സംഭവം ഉണ്ടല്ലോ. അതിന്റെ പുറകിൽ ഈ പറയുന്ന പോലെ ഇന്ത്യ നിൽക്കുമെങ്കിലാണ്. ഇന്ത്യ നിൽക്കുമ്പം അതിനൊരു വല്ലാത്ത പണ്ടത്തെ കൂട്ടല്ല, ഇന്ത്യ നിന്ന് കൊടുത്താൽ വല്ലാത്തൊരു ബലം വരുന്നുണ്ട്. ആൾക്കാർക്കൊരു ആത്മവിശ്വാസം, ആൾക്കാർക്കല്ല രാജ്യത്തിന്റെ ആത്മവിശ്വാസം. അപ്പൊ ഇത് സാറിപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇതൊരു കൂട്ടത്തലിന് സാധ്യതയുണ്ട്. അതിന് സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ഒരു പുതിയ ചിത്രം വരുന്നു സാർ. ഇപ്പൊ ഈ ലോകരാഷ്ട്രങ്ങളുടെ ചേരികളെ കുറിച്ചുള്ള ചരിത്രത്തിലെ അതിന്റെ ഒരു ഒടുവിലത്തെ ചിത്രമാണല്ലോ ഈ നാറ്റോ എന്നൊക്കെ പറയുന്നത്. ഇപ്പോ ഈ വെസ്റ്റേൺ വേഴ്സസ് ഈ ഓറിയന്റൽ എന്ന് പറയാവുന്ന ഒരു സാധനം. ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയെ ആക്രമിക്കാൻ പോയാൽ അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ഈ റഷ്യയെ ക്ഷീണിപ്പിക്കണം, റഷ്യയെ തകർക്കണം എന്നാഗ്രഹിക്കുന്നത്, റഷ്യയുടെ വ്യാപാരം തടയാൻ. അതിനാണല്ലോ ഇന്ത്യയോട് പിണങ്ങുന്നത്. അപ്പോൾ റഷ്യയുടെ വളർച്ചയെ ഭയപ്പെടുന്നത് അമേരിക്കയാണ്. അതിന് പകരം റഷ്യ ചെയ്തിരിക്കുന്നത് എന്താ? ലോകത്തിലെ പുത്തൻ ശക്തികൾ, പുത്തൻ പ്രതീക്ഷകൾ ആരാണോ അവരെയൊക്കെ കൂട്ട് 3 രാജ്യങ്ങൾ ചേർന്നാൽ ചെറിയ ശക്തിയാണോ സാർ? RIC റിക് എന്ന് പറയുന്നത് റഷ്യയും ശ്രദ്ധിച്ചായിരുന്നു സാർ ഈ പറഞ്ഞ RICയുടെ ഒരു ബലം. സാറേ, നാറ്റോയ്ക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നു 30 ലക്ഷം പട്ടാളം, RICക്ക് 60 ലക്ഷം ഉണ്ട്. 3 രാജ്യം മാത്രം, മറ്റേ 30 രാജ്യം 18 കോടി. നമ്മൾ ഈ പറയത്തില്ല പിള്ളേരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഈ പട്ടാളത്തിനകത്ത് ട്രെയിൻ ചെയ്ത് നിർത്തത്തില്ലേ? ഇവിടെ നമ്മൾ ഈ അഗ്നിവീർ അതിനാണല്ലോ നിർബന്ധ ട്രെയിനിങ് അവിടെ ഉണ്ടല്ലോ. അത് ഏതാണ്ട് 18 കോടി എങ്ങാണ്ടേ ഉള്ളൂ. അത് പട്ടാളമല്ല, ഇത് കഴിഞ്ഞിട്ട് പട്ടാളം മൊത്തം തീർന്നാ വരുന്നത്, അല്ലെങ്കിൽ പട്ടാളത്തിന് ഇവർക്ക് 18 കോടിയുടെ 4 ഇരട്ടി അങ്ങോട്ടുണ്ട്. 3 രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 രാജ്യങ്ങൾ ഈ നാറ്റോയുടെ 32 ഇപ്പൊ ഏതാണ്ട് ദുർബലമാണ്. അതെയാണോ അതിനകത്ത് പറഞ്ഞ പോലെ നിവൃത്തിയില്ലാത്തതാണ്. രണ്ടാമത്തെ കാര്യം, ഈ 32 രാജ്യങ്ങളും അവനവനിസത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതെ അതെ, മറ്റുള്ളവനെ സഹായിക്കാൻ ഇവന് കെൽപ്പില്ല, പലർക്കും ഇല്ല. ഇപ്പോൾ ബ്രിട്ടൻ പോലും കണ്ടില്ലേ, ബ്രിട്ടൻ പോലും സൗമ്യമായി സംസാരിച്ച് നോക്കുകയല്ലാതെ ആരെയും സഹായിക്കാൻ പോകുന്നില്ല. പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇസ്രായേൽ പ്രശ്നത്തിലും വാക്കുകൊണ്ട് മാത്രമുള്ള പിന്തുണയല്ലേ ഉള്ളൂ, ഒന്നിലുമില്ല അവർക്ക്. അപ്പോൾ ബ്രിട്ടൻ മാറി. ഫ്രാൻസ് ഇതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഫ്രാൻസ് ഇവർക്ക് വ്യത്യസ്തമായിട്ടാണ്. ബ്രിട്ടൻ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഫ്രാൻസ് പോയിട്ട് മറിച്ചാണ്, മറുപക്ഷത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരൊന്നും തമ്മിൽ ഐക്യമില്ല, പരസ്പരം സഹായിക്കണം എന്ന് അവർക്കില്ല. ഓരോരുത്തരും അവനവനിസ്ഥയിലേക്ക്. അതേ സമയത്ത് മറുപക്ഷത്ത് റഷ്യ വ്യാപാരപരമായും സൈനികമായും രാഷ്ട്രീയമായും ഒരു പുതിയ ചേരി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ എക്സ്പാൻഡഡ് രൂപമാണ് ബ്രിക്സ്. RIC വിപുലീകരിച്ചാൽ 2 രാജ്യങ്ങളും കൂടി കൂട്ടിയാൽ ബ്രിക്സ് ആയി. സൗത്ത് ആഫ്രിക്കയും ബ്രസീലും കൂടി ചേർത്താൽ വിപുലമായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ലോകത്തൊരു പുതിയ ചേരി, ലോകക്രമം തന്നെ പുതിയൊരു ലോകക്രമം മാറും. അതിനെ ഒരുപക്ഷെ ലോകത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്കിൽ ഒരു ചേരിയെ വിളിക്കേണ്ടി വരും. അത് ഇൻഡോ സെൻറ്റേർഡ് ആയിരിക്കും. ഇന്ത്യ ആയിരിക്കും ആ ചേരി. ഉറപ്പാണ്. അതിപ്പം ചിലപ്പം ഈ ഒരു സാധനം സാർ ഈ പുലിയുടെ വാലയെ പിടിച്ച പോലെ ട്രംപിന്റെ അവസ്ഥ, നിർത്താൻ പറ്റാത്ത ഒരു സാധനമാണ്. ഇതിപ്പോ വാലയെന്ന് വിട്ടാൽ പുലി കടിക്കും, വിടാതിരുന്നാൽ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ചിലപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജിയോ പൊളിറ്റിക്സിനകത്ത് സാറ് പറഞ്ഞതുപോലെ ഒരു വ്യത്യാസം വരും. ഒരു പക്ഷേ ഈ താരിഫ് കൊണ്ടുവന്ന് അളുമ്പായി അല്ലെങ്കിൽ വിചാരിക്കുന്ന തലത്തിൽ എത്താത്ത ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക ക്രൈസിസിനകത്ത് ഇപ്പം അമേരിക്കയുടെ സാമ്പത്തിക ക്രൈസിസ് മറികടക്കാനാ താരിഫ് 100 കൊടുത്തു, ആകെപ്പാടെ പ്രശ്നമായി. അതോടുകൂടി നമ്മൾ വന്നു ലോകക്രമം അവൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ വന്നു. അതിൻ്റെ കൂടെയാണ് ഈ യുദ്ധം നിൽക്കുമ്പോൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഡയറക്റ്റ് ബാധിക്കുന്ന അമേരിക്കയും നാറ്റോയും ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ ഇത് നിർത്തിയേ ഒക്കത്തുള്ളൂ. നമ്മളീ പറഞ്ഞതുപോലെ ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് ഈ പറഞ്ഞ 4-5 ദിവസം ഒരു അടിയടിച്ചിട്ട് അന്നേരം ഒരു കോംപ്രമൈസ് വരുമല്ലോ അവരും. അതിന് ഒരു പക്ഷേ നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ അങ്ങനെയൊക്കെ വിചാരിച്ചേ ഒക്കത്തുള്ളൂ. റഷ്യക്ക് വിചാരിക്കുന്നിടത്ത് കൊണ്ട് നിർത്തുകയും ചെയ്യണം. റഷ്യക്ക് യുദ്ധം നിർത്തണമല്ലോ. അപ്പം റഷ്യയ്ക്കും സേഫ് ആവും,
അതെ. അതോടുകൂടി അമേരിക്ക മാത്രമല്ല റഷ്യയുമായി വലിയ വ്യാപാര ബന്ധമുള്ള ഇന്ത്യക്കും അത് ആഗ്രഹമുണ്ടാകും, ആഗ്രഹിക്കുന്നുണ്ട്. ആണ് ഇവനെ പിന്നെ വേറെ രണ്ട് ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം മൈ ഫ്രണ്ട് എന്ന് വീണ്ടും പറഞ്ഞിട്ട് യൂറോപ്യൻ, ഇന്നലെ വന്ന വാർത്ത ഉണ്ടല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് പറഞ്ഞില്ല 100% അടിച്ചു കൊടുക്കണം. അയാൾ ഒരു വിശ്വാസ്യതയില്ല, ഒരു വിശ്വാസമില്ല. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചർച്ച ഇപ്പൊ ഇങ്ങനെ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ലോക ഭൂപടം വല്ലാതെ മാറി മറിയാൻ പോകുന്നു. അതൊരു പക്ഷേ ഈ റഷ്യ ഉക്രൈൻ ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി ആവാം അത്. ആ ലോകക്രമം, പുതിയ രൂപപ്പെടാൻ പോകുന്ന ലോകക്രമത്തിൽ തീർച്ചയായും ആരൊക്കെ അവഗണിച്ചാലും ഇന്ത്യക്ക് ഒരു നേതൃത്വം, ഇന്ത്യ പറയുന്നിടത്തൂടെ, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ കൂട്ട് തലപ്പത്ത് നിൽക്കുന്നുള്ള, പക്ഷെ ഇന്ത്യയിൽ പ്രതീക്ഷ വെച്ചിട്ട് ലോകക്രമം തന്നെ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. നമുക്ക് ബാക്കി അതിന്റെ ചലനങ്ങൾ കണ്ടിട്ട് വീണ്ടും വിലയിരുത്താം. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.